ഇന്ന് പകൽ വേളയിൽ നിങ്ങളുമായിട്ട് ഒരു ചെറിയ ഒരു സന്ദേശം പങ്കുവെപ്പാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. ദൈവാത്മാവ് എൻ്റെ അകത്ത് പ്രകാശിപ്പിച്ച ഒരു ചിന്ത നിങ്ങൾക്കതൊരു ഭയങ്കര അനുഗ്രഹമായിരിക്കും. ഈ കേൾക്കപ്പെടുന്ന ജീവിതങ്ങൾക്ക് അതൊരു ഭയങ്കര വിടുതലായിരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മൊർദെഖായി സംഭവിച്ചതൊക്കെ കേട്ടപ്പോൾ താൻ രട്ടിലും വെണ്ണൂറിലും പട്ടണത്തിൻ്റെ നടുവിൽ ഉപവാസത്തോടുകൂടെ ഇരിക്കാൻ താൻ തയ്യാറായി. ഈ പ്രാർത്ഥനയും ഈ ഉപവാസവും പട്ടണത്തിൻ്റെ നടുവിൽ മൊർദെഖായി ദൈവസന്നിധാനത്തിങ്കൽ മാറിയിരിക്കാൻ തുടങ്ങിയപ്പോൾ മൊർദെഖായി പോലും അറിയാതെ മൊർദെഖായിയുടെ പ്രാർത്ഥനയുടെ മറുപടി ആത്മമണ്ഡലങ്ങളിൽ സഞ്ചരിക്കുകയായിരുന്നു. അത് എങ്ങനെയാണ് ദൃശ്യമണ്ഡലത്തിലേക്ക് വെളിപ്പെട്ടത്? എപ്രകാരമാണ്? നോക്കുക. ആരാണോ പ്രാർത്ഥിക്കുന്നവനെ എതിരെ കഴുമരമൊരുക്കി കാത്തിരുന്നത്, അത് അവനിലേക്ക് തന്നെ തിരിയപ്പെടുകയായിരുന്നു. എന്നെ കേൾക്കുന്ന ദൈവജനത്തെ നോക്കി ആത്മാവിൽ ഇന്ന് പകൽവേളയിൽ ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കുന്നു. സംഭവിക്കുന്നതും സംഭവിച്ച് കൊണ്ടിരിക്കുന്നതുമായ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നതും കണ്ടുകൊണ്ടിരിക്കുന്നതുമായ പല കാര്യങ്ങൾ നിങ്ങളെ വേദനിപ്പിക്കുന്നതായിരിക്കാം, നിങ്ങളെ പ്രയാസപ്പെടുത്തുന്നതായിരിക്കാം, നിങ്ങളെ ഒറ്റപ്പെടുത്തുന്നതായിരിക്കാം, നിങ്ങളെ തന്നെ ഇല്ലാതെയാക്കുന്ന നിലവാരങ്ങളിലായിരിക്കാം, ഒരുപക്ഷെ അപവാദമായിരിക്കാം, ചെയ്യാത്ത തെറ്റുകൾ ചെയ്തു എന്ന് ആക്രോശിച്ചു പറയുന്ന പലവരുടെയും നടുവിലായിരിക്കാം നിങ്ങൾ. അത് നിമിത്തം നിങ്ങൾ അനുഭവിക്കപ്പെടുന്ന ഒറ്റപ്പെടലുകൾ ഭയങ്കരമാണ്. ആരോടൊക്കെയോ ദൈവാത്മാവ് ഇന്ന് പകൽവേളയിൽ അങ്ങനെ തന്നെ ദൂതുകൾ കൈമാറുന്നു. എന്നാൽ ഈ സംഭവിക്കുന്നത് മുഴുവൻ നിങ്ങൾ കേട്ടപ്പോൾ, നിങ്ങൾ കണ്ടപ്പോൾ, നിങ്ങൾ അറിഞ്ഞപ്പോൾ നിങ്ങളുടെ അകത്തുണ്ടാകേണ്ടത് രഹസ്യത്തിൽ കാണുന്ന പിതാവിന്റെ സന്നിധാനത്തിങ്കൽ അറയിൽ കടന്ന് വാതിലടച്ച് പ്രാർത്ഥനയിൽ നിരതരാകുക എന്നതാണ്. ഹോ ജീസസ് നെയിം. പരിശുദ്ധാത്മാവ് ചില പരമാർത്ഥ ഹൃദയങ്ങളെ തൊട്ട് തന്നെ ഇന്ന് ഈ പകൽവേളയിൽ ആലോചന പറയുന്നു. സംഭവിച്ചത് കേൾക്കുമ്പോൾ നീ ദൈവസന്നിധാനത്തിങ്കൽ പ്രാർത്ഥനാ മുറിയിൽ ഇരിക്കെ കർത്താവിന്റെ പ്രവൃത്തി വിഷയത്തിന്റെ മേൽ വെളിപ്പെടാനുണ്ട്. ഇതിന്മേൽ വെളിപ്പെട്ടു വരിക തന്നെ ചെയ്യും. അത് എങ്ങനെ വരും? നിനക്ക് എതിരെ ആര് കഴുമരമൊരുക്കുന്നു, ആര് നിന്നെ തകർക്കാൻ ഉദ്ദേശിക്കുന്നു, ആര് നീ പോലും അറിയാതെ നിന്റെ അടിയിലൂടെ നിന്നെ തകർക്കാൻ ശ്രമിക്കുന്നു, ആ തകർക്കാൻ ശ്രമിക്കുന്നവനെ തന്നെ അവൻ ഒരുക്കുന്നത് അവന് തന്നെ വിനയായി തീരാൻ പോകുകയാണ്. പ്രൈസ് ഗാഡ്. അത് അവന് തന്നെയുള്ളതാണ് ആ കഴുമരം, അത് അവന് തന്നെയുള്ളതാണ് ആ കുഴി. പ്രൈസ് ഗാഡ്. എന്താണോ നമ്മൾ പോലും അറിയാതെ പ്രാർത്ഥന പോരാളിക്ക് എതിരെ സംഭവിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, അത് ആരൊരുക്കിക്കൊണ്ടിരിക്കുന്നു, അത് അവർക്കുള്ളത് തന്നെയാണ്. അതുകൊണ്ട് ഞാനൊരു തിരുവെഴുത്തിലെ ഒരു വേദവാക്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുന്നു. അത് ഇപ്രകാരമാണ്: ആര് കുഴിക്കുന്നു ആ കുഴിയിൽ അവർ തന്നെ വീഴും, അവർ തന്നെ വീഴും. സഹോദര സഹോദരി, എന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങളെ, നിങ്ങളോടുള്ള ദൈവത്തിന്റെ ആലോചനയാണിത്. ഒട്ടും സംശയിക്കേണ്ട. ചില ദൈവപ്രവർത്തികളുടെ അനുഭവങ്ങൾ സ്വർഗം നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ തുടങ്ങുകയാണ്. സംഭവിക്കുന്നതെല്ലാം കേൾക്കുമ്പോൾ നീ പോലും അറിയാതെ നിനക്കെതിരെ ആ ദുഷ്ടൻ പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഇന്ന് ഈ പകൽവേളയിൽ നിങ്ങളുടെ ശിരസ് തൊട്ട് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. അത് നിനക്ക് ദോഷമായി ഭവിപ്പാൻ ദൈവം അനുവദിക്കത്തില്ല. ഒരായുധവും നിനക്ക് ദോഷമായി ഭവിപ്പാൻ ദൈവം അനുവദിക്കത്തില്ല.
പ്രാർത്ഥനയോടുകൂടെ ദൈവാശ്രയ ബന്ധത്തോടുകൂടെ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിൽ അടിയുറച്ചും കൊണ്ട് ഉപവാസത്തോടെ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കെ കർത്താവ് നിന്നെ പട്ടണത്തിന്റെ നടുവിൽ ആദരിക്കുന്ന ഒരു സമയം വരാൻ പോകുകയാണ്. ആമേൻ. പട്ടണത്തിന്റെ നടുവിൽ നീ സേവിക്കുന്ന ദൈവം ആരാണെന്ന് അവൻ വെളിപ്പെടുത്തുവാൻ പോകുകയാണ്. അത് ജാതികളുടെ നടുവിൽ ഒരു നന്മയുടെ അടയാളവും നിന്റെ പ്രാർത്ഥനയുടെ മറുപടിയും ദൈവിക അത്ഭുതവുമായിരിക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് ദൂത് കൈമാറുകയാണ്. അതിനായി നമുക്ക് കാത്തിരിക്കാം, അതിനായി നമുക്ക് ഒരുങ്ങാം. കർത്താവ് നിങ്ങളെ മാനിക്കാൻ തുടങ്ങുന്നു. കണ്ണുകളടയ്ക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പോലും അറിയാതെ ഞങ്ങൾക്ക് എതിരെ നീക്കുന്ന എല്ലാ ഗൂഢതന്ത്രങ്ങളെയും എല്ലാ കേസുകളെയും എല്ലാ അപവാദങ്ങളെയും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആര് ഇതിന് എതിരെ പ്രവർത്തിക്കുന്നു അത് അവരിലേക്ക് തന്നെ തിരിയപ്പെടുന്ന പകൽവേളയാകയാൽ സ്തോത്രം. ഈ കേൾക്കപ്പെടുന്ന ജനത്തെ ഞാൻ ബ്ലസ് ചെയ്യുന്നു. അവരോട് സംസാരിച്ചതിനായി സ്തോത്രം. ഈ പ്രൊഫറ്റിക്കൽ ആലോചനയുടെ നിവർത്തീകരണം കർത്താവ് പ്രകടമാക്കാൻ തുടങ്ങുന്നല്ലോ. മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. God bless you all.